പ്രവാസി ലോകത്തെ കലാരംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രതിഭയാണ് അയർലൻഡിലെ ജിജോ എസ് പാലാട്ടി. അയർലൻഡിൽ നിർമ്മിച്ച മൂന്നാം ലോകം എന്ന ടെലിഫിലിം പ്രവാസി ലോകത്ത് പൂർണ്ണമായും നിർമ്മിച്ച ആദ്യത്തെ ടെലിഫിലിമാണ്. ജിജോ പ്രവാസി ലോകത്തെ അപൂർവമായ നിഗൂഢതകളുടെ കഥ പറയുന്ന പുതിയ ഷോർട്ട് ഫിലിമുമായി ഇതായിപ്പോൾ നമ്മോടൊപ്പം. ജിജോയുടെ പുതിയ ഷോർട്ട് ഫിലിമായ വട്ടം റിലീസ് ചെയ്യുകയാണ്. വട്ടത്തെക്കുറിച്ച് ജിജോയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. നമസ്തേ. നമസ്കാരം. ജിജോ വളരെ നന്നായി തന്നെ ഒരു ഷോർട്ട് ഫിലിമിലൂടെ പ്രവാസികൾക്കായി മലയാളത്തിനായി ഒരുക്കിയിരിക്കുന്നു. ജിജോയ്ക്ക് ഈ ഷോർട്ട് ഫിലിം രൂപപ്പെടുത്താനുണ്ടായ പ്രചോദനം എന്തായിരുന്നു? പ്രചോദനം ഞാൻ അങ്ങനെ ബേസിക്കലി എന്തെങ്കിലും ഒരു ഐഡിയ മനസ്സിൽ കയറിയിട്ട് അതിനെ ബേസ് ചെയ്ത് സിനിമ ചെയ്യുന്ന ആളല്ല. പിന്നെ ഇതിൽ നിന്ന് ഇത്രയും നാൾ ചെയ്ത സിനിമയിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ആ പ്രമേയം വൈസ് ഒരു വ്യത്യാസം ഉണ്ടാവണം എന്നും ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ഈ വട്ടം എന്ന സിനിമ ചർച്ച ചെയ്യുന്ന പ്രമേയം ഞാൻ സിനിമ കണ്ടു. പക്ഷേ ഒറ്റ നോട്ടത്തിൽ എനിക്ക് ആ ഒരു സിനിമയെ ഷോർട്ട് ഫിലിമിനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പോൾ ഏത് വിധത്തിലാണ് ഈ ഒരു പ്രത്യേക ഷോർട്ട് ഫിലിമിന് ഉള്ള വിഷയം എന്താണ്, ഏത് വിഷയമാണ് ചർച്ച ചെയ്യണമെന്ന് ജിജോ കരുതിയിരുന്നത്? ഞാൻ ബേസിക്കലി സിനിമ എഴുത്ത് പലതരത്തിലുണ്ട്. ചില ആളുകൾ ആദ്യമേ ഒരു ഐഡിയ മനസ്സിൽ കണ്ടിട്ട് ആ ഐഡിയ കൺവേ ചെയ്യാൻ വേണ്ടി കഥയുണ്ടാക്കും. പിന്നെ കഥയ്ക്ക് യോജിച്ച താരങ്ങളെ കണ്ടെത്തും, താരങ്ങളെ ക്യാരക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ഞാൻ നേരെ തിരിച്ചാണ് പ്രോസസ്സ്. കാരണം നമുക്ക് ഇവിടുത്തെ സിനിമ സമ്പ്രദായത്തിൽ നമുക്ക് പ്രൊഫഷണൽ സ്റ്റൈലിൽ ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിനുള്ള എക്യുപ്മെന്റ്സോ ആക്ടേഴ്സോ ടാലൻസോ എല്ലാം കുറവാണ്. അപ്പോൾ ആദ്യമേ ഞാൻ പൊതുവെ സാധാരണ ചെയ്യുന്നത് ആക്ടേഴ്സ് ഒരുമാതിരി ആക്ടിങ്ങിന് സാധ്യതയുള്ള കുറച്ച് ആളുകളെ കണ്ടെത്തും. എന്നിട്ട് അവർക്ക് വേണ്ടി കുറച്ച് ക്യാരക്ടേഴ്സ് രൂപീകരിക്കും. എന്നിട്ട് ആ ക്യാരക്ടേഴ്സിനെ വെച്ച് ഒരു കഥ എഴുതും. അങ്ങനെയാണ്. അപ്പോൾ നേരെ തിരിച്ചാണ് പ്രോസസ്സ് തന്നെ. അങ്ങനെ ഞാൻ കുറച്ച് ക്യാരക്ടേഴ്സിനെ കണ്ടപ്പോഴും കുറച്ച് ആളുകളെ കണ്ട് അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് അവരുടെ നേച്ചറൊക്കെ ഒന്ന് അറിഞ്ഞ് അവർക്ക് വേണ്ടി ഒരു കഥ പെട്ട് വരുമ്പോൾ അപ്പോൾ നമ്മുടെ കഥയൊക്കെ അവരെ ബേസ് ചെയ്തതാണ്. അപ്പോൾ ആ ആളുകൾ എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും നമ്മുടെ കഥ. അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി ഇതൊരു, പിന്നെ ഞാൻ ആദ്യമേ പറയുന്നത് എനിക്കൊരു വളരെ വ്യത്യസ്തമായ പ്രമേയമായിരുന്നു താണ്. അപ്പോൾ ഒരു ക്രൈം ത്രില്ലർ ഇതിനെ ടാക്കിൾ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഈ ആളുകൾ വെച്ച് ക്രൈം ത്രില്ലർ എങ്ങനെ ചെയ്യാം എന്നായിരുന്നു നോട്ടം ആദ്യമേ മുതൽ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതൊരു ജനകീയമായ ഉദ്യമം, ജനത്തിന് വേണ്ടി ഉള്ള ഒരു ഉദ്യമം എന്നുള്ളതിലുപരിയായി ജിജോ ഒരു ക്രിയാത്മകമായ ആവിഷ്കാരം നടത്തുകയായിരുന്നു എന്ന് വേണം പറയാം. അതെ അതെ, തീർച്ചയായും. അത് എൻ്റെ ഷോർട്ട് ഫിലിംസ് എല്ലാം അങ്ങനെയാണ്. ഞാൻ അതിൽ നിന്ന് മാറി സിനിമ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ കുറച്ചെങ്കിലും ഒരു കൂടുതൽ ആളുകളിലേക്ക് എത്താവുന്ന സിനിമ ഈ ഒരു 2 മണിക്കൂർ നീളമുള്ള 3-4 hours മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഒരു നിഷ് ഓഡിയൻസിനെ, അതായത് ഒരു കൊമേഴ്സ്യൽ ആയിട്ടുള്ള ഒരു കരുതലില്ലായിരുന്നു അതിന് എന്ന് വേണം കരുതാൻ. കാരണം ജനങ്ങളെ സുഖിപ്പിച്ച് നിർത്തുക അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു സിനിമ, ഒരു ഷോർട്ട് ഫിലിം എന്നുള്ള ഒരു ഉദ്ദേശം അതിനകത്തില്ലായിരുന്നു. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അത് നമുക്കിപ്പോ ജനങ്ങളെ സുഖിപ്പിച്ച് നിർത്തുന്ന ഷോർട്ട് ഫിലിം ഉണ്ടാക്കണമെന്ന് വെച്ചാലും അതിനോട് പ്രത്യേക കഴിവാണ്. കാരണം എനിക്ക് എൻ്റെ ടേസ്റ്റിനെ മറികടന്ന് ഒരു പരിധിയിലധികം പോകാൻ പറ്റില്ല, ആർക്കും പോകാൻ പറ്റില്ല. കലാകാരന്റെ ആവിഷ്കാരം എന്നുള്ള ഒരു തിയറിയാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് ജിജോ ഉൾക്കൊള്ളുന്നത്. അതെ, അത് ഞാനിപ്പോ ഇത് ചെയ്യുന്നത് ബേസിക്കലി നമ്മളൊക്കെ ഇപ്പോൾ ഷോർട്ട് ഫിലിംസ് ഇവിടെ ഉണ്ടാക്കുന്നവർ പലരും പല ആവശ്യമായിരിക്കും. എല്ലാവരും തന്നെ ചെയ്യുന്നത്. കാരണം നമ്മളിതൊന്നും കൊമേഴ്ഷ്യലി റിലീസ് ചെയ്ത് പൈസ സമ്പാദിക്കാത്തിടത്തോളം കാലം അതെല്ലാം അവരുടെ തന്നെ ഒരു സെൽഫ് എക്സ്പ്രഷൻ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഹോബി. അപ്പോൾ ഹോബിയായി വരുമ്പം മിക്കവാറും തന്നെ എക്സ്പ്രസ് ചെയ്യുന്ന കലാകാരൻ്റെ എസ്തെറ്റിക് സെൻസിനോട് ഒത്തുചേർന്ന് പോകുന്ന കലാസൃഷ്ടി ആവുമല്ലോ നോർമലി. പക്ഷെ നിങ്ങൾ അവതരിപ്പിച്ചത് വളരെ മനോഹരമായിട്ടാണ് ഓരോ കലാവിഷ്കാരം ഓരോ ഘട്ടത്തിലും ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് സാധാരണ ഈ ഒരു പ്രേക്ഷകന് എത്രത്തോളം മനസ്സിലാകും ആ സിനിമ ഷോർട്ട് ഫിലിം എന്നുള്ളത് ജിജോ മുൻകൂട്ടി കരുതിയിട്ടുണ്ട്?
എത്രത്തോളം ഞാനത് ഒന്നാമത്തെ കാര്യം ഞാനിപ്പോ സിനിമ തുടങ്ങിയത് ഏറ്റവും ആദ്യ സിനിമ തന്നെ സാധാരണക്കാരൻ മനസ്സിലാകാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായ സിനിമയായിരുന്നു. ലോകത്ത് ഒരുപാട് സിനിമകൾ നിർമ്മിക്കപ്പെടുന്നു, അത് എല്ലാം എല്ലാ ആളുകളും ഉദ്ദേശിച്ചല്ല. ഇപ്പം അത് സിനിമ മാത്രമല്ല, എല്ലാ കലകളും അങ്ങനെ ആവുകയും ചെയ്തു. കാരണം എല്ലാവരുടെയും ഈ സെൻസ് പല കാറ്റഗറീസിലാണ്. എനിക്കിഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമകൾ ബേസ് ചെയ്ത് ആ തരം സിനിമകൾ ആസ്വദിക്കുന്ന ഒരു ഓഡിയൻസിന് ടാർഗറ്റ് ചെയ്താണ് സിനിമ ഉണ്ടാക്കുന്നത്. തീർച്ചയായും ഈ ഒരു ഷോർട്ട് ഫിലിം ജീവിതഗന്ധിയാണോ ജീവിതബന്ധിയാണോ എന്നുള്ളത് തീർച്ചയായിട്ടും ജനങ്ങൾ നോക്കും. ജനങ്ങൾക്കത് അതിനകത്തൊരു റിയാലിറ്റി ഉണ്ടാവണമെന്നുണ്ട്, ഉണ്ടാവണമെന്നുള്ള വിചാരമുണ്ട്. ആ ഒരു ഇതിൽ നോക്കുമ്പോൾ ഒരു പരിധിവരെ ഇത് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഇല്ല, ഒന്നാമത് ഈ സിനിമ റിയലിസ്റ്റിക് അല്ല. ഈ സിനിമയും ഇതിന്റെ കഥയും ഇതിന്റെ പശ്ചാത്തലവും ഇതിന്റെ ക്യാരക്ടേഴ്സ് പോലും റിയലിസ്റ്റിക് അല്ല. അതിനകത്ത് ഉള്ള ക്യാരക്ടേഴ്സിന്റെ അവതരണവും ആ ക്യാരക്ടേഴ്സിന് ഈ പറഞ്ഞ ജീവിതഗന്ധി എന്ന് പറയാവുന്ന സംഭവങ്ങളും ഒന്നും തോന്നില്ല ആളുകൾ. കാരണം അത് കൂടുതലും ഇത് ഒരു ടൈപ്പ് ഓഫ് ഫിലിം മേക്കിങ്ങിന്റെ ഭാഗമാണ്. കഥാപാത്രങ്ങൾ വളരെ മനോഹരമായി അത് അവതരിപ്പിച്ചു, അവരുടെ പാട്ട്. അത് ജിജോയ്ക്ക് ഏതായാലും അഭിനന്ദനത്തിന് അർഹതയുള്ള ഒരു കാര്യം. അവരാണ് അഭിനന്ദനം അറിയിക്കുന്നത്. പിന്നെ ഞാൻ ഒന്നും ആരെയും പ്രത്യേക ഡയറക്ട് ചെയ്തില്ല. അതിന്റെ കുറവുകൾ ഇതിനകത്തുണ്ട്, എന്നാൽ അതിന്റെ മേന്മകളും ഉണ്ട്. ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് അവർ മനസ്സിലാക്കിയ രീതിയിൽ, കഥ മനസ്സിലാക്കിയ രീതിയിലോ അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു കൊടുത്ത രീതിയിൽ അവർ തന്നെ ചെയ്തതാണ്. എല്ലാവരും ആക്ടിങ് നന്നായിരുന്നു, അതെല്ലാം അവരാണ് അതിന്റെ പ്രൊഡ്യൂസുകൾ. ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. തുടക്കത്തിൽ തന്നെ ഒരു വിരോധാഭാസം അതിലേക്ക് ഉണ്ടായിരുന്നു. അതിന് സാധാരണ ഒരു ഫിലിം നമ്മൾ കാണുമ്പോൾ താങ്ക്സ് ഗോഡ് എന്ന് പറഞ്ഞ് എഴുതുന്ന ഒരു രീതിയാണ്. ജിജോ അത് പ്രസന്റ് ചെയ്തപ്പോൾ അതില് താങ്ക്സ് ഡിങ്കൻ എന്നായി. അത് ഡിങ്കൻ എന്ന് പറഞ്ഞാൽ ഡിങ്കൻ നമ്മുടെ ശരിക്കും ഡിങ്കന് അത് പക്ഷെ ഡിങ്കോയിസം എന്ന രീതിയിൽ സാധാരണ എസ്റ്റാബ്ലിഷ് റിലീജിയൻസിനെതിരെ ഉള്ള കുറച്ച് യങ്സ്റ്റേഴ്സ് നാട്ടിൽ തുടങ്ങിയ ഒരു എന്താ പറയുക, ഒരു സ്യൂഡോ റിലീജിയനാണ്. അത് ഉദ്ദേശിക്കുന്നത് ആന്റി റിലീജിയസ് ചൊകയാണ് അതിനാകപ്പാട്. ഒന്ന്, രണ്ട് ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് ചൊകയാണ്. അപ്പോൾ ആകപ്പാട് ഒരു ലിബറലൈസ് സ്പിരിറ്റ് ആണ് ആ ഒരു പേരിനുള്ളത്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ അതിനകത്ത് തമാശയുണ്ട്, മറ്റേ താങ്കോടിനെ കളിയാക്കുന്ന പോലെയാണ്. പക്ഷെ അതൊരു ദൈവനിഷേധവും ഒന്നുമല്ല. ഇതിപ്പം എനിക്കെന്റെ മതം, എനിക്കെന്റെ ജാതി, എനിക്കെന്റെ നിറം എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെ ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ കളിയാക്കുന്നതാണ്. അല്ലാതെ ഒരു പ്രത്യേകിച്ച് ഒരു റിലിജനെ കളിയാക്കുന്നതല്ല. അത് ഞാൻ എൻ്റെ എന്നുള്ള ഗ്രൂപ്പുകളിയെ കളിയാക്കുന്നതാണ്. കാരണം ഈ സിനിമയെ അങ്ങനെ ഒരു ബ്ലിസമാണ്. ഈ സിനിമ കാണുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, സിനിമയിൽ ആദ്യം എഴുതി കാണിക്കുന്ന സാധാരണ മലയാളികൾ എഴുതി കാണിക്കുമ്പോൾ ശ്രദ്ധിക്കില്ല. പക്ഷെ അതൊക്കെ അത്രയും സൂക്ഷ്മമായി വായിച്ചാൽ നമ്മൾ സിനിമ പിടികിട്ടാൻ മതി. ഇനി അത്ര സൂക്ഷ്മമായി വായിച്ചാൽ പോലും പൂർണ്ണമായിട്ട് സിനിമ, പക്ഷെ അങ്ങനെ പൂർണ്ണമായിട്ട് സിനിമ പിടികിട്ടണമെന്നില്ല. കാരണം ഒരു കൺഫ്യൂസിങ് മിസ്റ്ററിയായി ആ സിനിമ നിലനിൽക്കുന്നത് തന്നെയാണ് അതിന്റെ സൗന്ദര്യവും. ആദ്യത്തെ ആ വായന ശരിക്കും ചെയ്തവർക്ക് ഫിലിം കുറച്ചും കൂടി എളുപ്പത്തിൽ ഇതാവും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ ആ ബേസിക് കൺസെപ്റ്റ് ആൻഡ് ഫിലോസഫി ഇതിൽ ഊന്നാൻ ആണ് ഫിലിം മേക്കർ ശരിക്കും താല്പര്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കഥ ഇത്ര ഇതായില്ലെങ്കിലും ശരിക്കും ഞാൻ ഈ പറഞ്ഞില്ല, ആ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഫോഴ്സിന്റെ അല്ലെങ്കിൽ എങ്ങനെ ഒരു സമൂഹം അല്ലെങ്കിൽ പലതരം ഗ്രൂപ്പുകൾ, അതിപ്പം റിലീജിയൻ ആകാം, പാർട്ടി ആകാം, ക്ലബ്ബുകളാകാം, അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ഇവിടെ മലയാളികൾക്ക് വളരെ സുപരിചിതമാണ്. പല പല ക്ലബ്ബുകളും പല പല അസോസിയേഷൻസും ഒക്കെ. ഇതിനകത്തൊന്നും ഭാഗഭാക്കാകാതെ നിൽക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഒറ്റയാന്മാരെ ഈ ഗ്രൂപ്പുകൾ തന്നെ ഇല്ലാതാക്കും അല്ലെങ്കിൽ അവരെ നിഷേധിക്കും എന്നുള്ള അതിനെ എതിരെയുള്ള ഒരു വാചകമാണ് സിനിമ. ഈ കഥയിലേക്ക് വരുമ്പോൾ കഥാപാത്രങ്ങള് വളരെ സങ്കീർണമായ സ്വഭാവം സൂക്ഷിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഡോൺ എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു ടെലിഫിലിമില് ഈ ഡോണ് എന്താണ് പ്രതിനിധീകരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലാത്ത ചില അവസരങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, ആദ്യം ഈ സിനിമ കാണുന്നതിന് ഞാൻ മലയാളത്തിൽ സൂചിപ്പിച്ച പോലെ ആദ്യം എഴുതി കാണിക്കുന്ന പരിപാടികളുണ്ട്. ആ എഴുതി കാണിക്കുന്നതിനകത്ത് ഡോൺ ആ വ്യക്തിയെ നേരിട്ട് കണക്ട് ചെയ്യുന്ന ഒരാളെ പറ്റി പറയുന്നുണ്ട്. ഈശോ എന്ന പേരുള്ള ഒരു ക്രൈം ഓർഗനൈസേഷന്റെ ഒരു മെമ്പർ എന്ന നിലയിലുള്ള ഒരാള്. അപ്പൊ ആ ആളെ
പറ്റി നേരിട്ട് പറഞ്ഞതിന് ശേഷമാണ് ആദ്യത്തെ ഫ്രെയിമിൽ തന്നെ ഈ ഡോണിന്റെ ക്യാരക്ടറെ കാണിക്കുന്നത്. അപ്പം വളരെ നാച്ചുറലി അയാളാണ് ഡോൺ, അല്ലെങ്കിൽ അയാളിൽ നിന്ന് ഇൻസ്പയർഡ് ആയ ഒരു ക്യാരക്ടറാണ് ഡോൺ എന്ന് കണക്ട് ചെയ്യാവുന്നതാണ്. അത് കണക്ട് ചെയ്താൽ ആദ്യം നമുക്ക് മനസ്സിലാവുന്നത് അതിനകത്ത് പിന്നീട് കാണിക്കുന്നത് ഡോൺ എന്നുള്ള ക്യാരക്ടർ ഈ ക്രൈം ഓർഗനൈസേഷനെ സെർവ് ചെയ്യാൻ വേണ്ടി പല രാജ്യങ്ങളിൽ ജീവിക്കുകയും പല രാജ്യങ്ങളിൽ ജോലി ചെയ്യുകയും ചെയ്ത ആളാണ്. അപ്പോൾ അയാൾ അങ്ങനെ ഒരു പ്രത്യേക രാജ്യത്ത് ജീവിക്കുന്നു. അങ്ങനത്തെ പുള്ളിയുടെ ഒരു വോയിസ് ഓവറിലൂടെയാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഡോൺ ഇങ്ങനെ ഒരു ക്രൈം ഓർഗനൈസേഷൻ്റെ ഒരു ഏജന്റാണ്. ആ ഏജന്റ് ഇങ്ങനെ ഈ ഓർഗനൈസേഷൻ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ ഒറിജിനുള്ള ഓർഗനൈസേഷനാണ്. അവർക്ക് വേൾഡ് വൈഡ് ലിങ്ക്സ് ഉണ്ട്. ലിങ്ക്സ് ഉണ്ടെന്ന് ഉദ്ദേശിച്ചാൽ അവർ ഉള്ള സിറ്റികളിലൊക്കെ അവർ അവിടുത്തെ മാഫിയകൾ അല്ല. കാരണം അവർ ആ വേൾഡ് വൈഡ് ലിങ്ക്സ് ഉപയോഗിക്കുന്നത് അവർക്ക് പുറത്തുള്ള NRI ഇന്ത്യൻസിനെ കൊല്ലാനാണ്. അല്ലാതെ അവർ മറ്റ് ഒന്നും എടുക്കുന്നില്ല. നമുക്കിപ്പോൾ നാട്ടിൽ കൊട്ടേഷൻ കൊടുക്കാന്നൊക്കെ പറയുന്ന പോലെ നാട്ടിലൊരാളെ കൊല്ലാൻ കൊടുക്കുന്ന പോലെ തന്നെ ഇപ്പോൾ NRI ഒരാളെ കൊല്ലാൻ ആരെടുത്ത് കൊടുക്കും. അപ്പോൾ NRIകളെ കൊല്ലാനായിട്ട് നാട്ടിലൊരു ക്രൈം ഓർഗനൈസേഷൻ ഉണ്ടെങ്കിലോ, ഇപ്പോൾ ഒരാള് രക്ഷപ്പെടുന്ന ഞാൻ പെട്ടെന്ന് പ്ലെയിൻ കയറി പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മൾ കൊല്ലാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ കൊല്ലാനായിട്ട് ആ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ ആ ഓർഗനൈസേഷന്റെ മെമ്പേഴ്സ് ആരെങ്കിലുമൊക്കെ ഈ പറഞ്ഞ രാജ്യങ്ങളും വേണമല്ലോ, അല്ലാതെ അവർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. പിന്നെ ഈ പറഞ്ഞ ഓർഗനൈസേഷന് വേറെ പ്രത്യേകത ഉള്ളത് ചില നാട്ടിലുള്ള ടാർഗറ്റ്സിനെ തന്നെ, നാട്ടിൽ അവർക്ക് കൊല്ലാനായിട്ട് കൊട്ടേഷൻ കിട്ടിയ ടാർഗറ്റ്സിനെ തന്നെ അവര് ഇങ്ങനെയുള്ള പുറം രാജ്യങ്ങളിലേക്ക് വിസിറ്റ് കയറ്റി വിടും. എന്നിട്ട് ആ രാജ്യങ്ങളിൽ വെച്ച് അവർ ആ ടാർഗറ്റിനെ എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നാട്ടിൽ കേസില്ല, ഇപ്പോൾ വന്ന സ്ഥലത്താണെങ്കിൽ അധികം ഡോക്യുമെന്റേഷൻ ഒന്നുമില്ല ഇയാളെ പറ്റി. അപ്പൊ അങ്ങനെ ഒരു കേസിലാകാനൊക്കെ ആയിട്ടുള്ള പരിപാടി. അപ്പൊ അതിനെയൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഏജന്റാണ് ഈ ഡോൺ. അപ്പൊ ഡോൺ ആ ഈ സിറ്റി ജീവിക്കുന്നു. അപ്പൊ ഈ സിറ്റിയിൽ ഒരു പ്രവാഹം നടക്കേണ്ടതുണ്ട്. അപ്പൊ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യണം. അതേസമയം തന്നെ ഡോൺ ഒരു മാനിപ്പുലേറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഓർഗനൈസേഷൻ പ്രത്യേകം പറഞ്ഞാൽ മാക്സിമം ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ പൈസ വാങ്ങിക്കുക, പേടിപ്പിക്കുകയോ എങ്ങനെയെങ്കിലും എന്നിട്ട് അവരെ ക്രൈം നടത്തുക. അതാണല്ലോ ഇന്ത്യൻ പശ്ചാത്തലത്തില് വളരെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ജിജ പറഞ്ഞത്. ശരിയാണ്, നമ്മുടെ നാട്ടിലെ ഈ ഗുണ്ട അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രിപ്റ്റേഷൻ സംഘങ്ങളൊക്കെ ഉണ്ടാകുകയും അത് ദേശീയ തലത്തിൽ തന്നെ അതിന് വലിയ ശൃംഖലകൾ രൂപീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം ഈ ചിത്രത്തിലെ മറ്റൊരു കഥാപാത്രമായ പെൺകുട്ടി വളരെ നന്നായിട്ട് ആ പെൺകുട്ടി അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ആ പെൺകുട്ടി അവിടെ ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അത് നമ്മുടെ ഒരു രീതിക്ക് ചേർന്നതേ അല്ല. ആ കുട്ടിയെ അവിടെ ഒറ്റയ്ക്കാക്കി മാതാപിതാക്കൾ ഇന്ത്യയിലേക്ക് പോകുന്നു എന്നുള്ളൊരു സംഭവം അതിനകത്ത് ഒരു വരുന്നു. ഈ കഥയെ ഞാൻ ആദ്യമേ കഥയെ റിയലിസ്റ്റിക് അല്ല. കഥയിൽ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടാവും. ആ പെൺകുട്ടിയെ നാട്ടിൽ ഞാൻ പറയുന്നത് ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സിന്റെ അൺറിയലിസ്റ്റിക് ക്യാരക്ടറും പിന്നെ ഇതിനകത്തുള്ള ഫിലോസഫി കൊടുത്ത് ശരിക്കും ആ പെൺകുട്ടി ഒരു സർറിയലിസം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സർറിയൽ ലിങ്ക് പോലെയാണ്. കാരണം ആ പെൺകുട്ടി ശരിക്കുള്ള ആളാണോ എന്ന് പോലും വേണമെങ്കിൽ ചില പ്രേക്ഷകർക്ക് സംശയിക്കാം എന്ന രീതിയിലാണ് ആ പെൺകുട്ടിയെ ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ഇപ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബിയോണ്ട് റിയലിസം ഉണ്ട്. ഇപ്പോൾ ആദ്യമേ തന്നെ ഒരു ടെലിപ്പതിക് സ്റ്റൈലിലാണ് ആ പെൺകുട്ടി കിടന്നുറങ്ങുമ്പോൾ പെൺകുട്ടിയെ എഴുന്നേൽപ്പിക്കുന്നതും ആ പെൺകുട്ടിയെ ഇവിടെ എത്തിപ്പിക്കുന്നതും അങ്ങനെ അവർ കൊല നിർത്തിക്കുന്നത് തന്നെ ഒരു ടെലിപ്പതിക് സ്റ്റൈലാണ്. അതും ചോദ്യത്തിന് ഇതാവാമല്ലോ. ആ പെൺകുട്ടിയുടെ കറക്റ്റിന്റെ പ്രത്യേകത തന്നെ നമുക്ക് ഇവിടെ ഇപ്പോൾ വരുന്ന പ്രിറ്റീൻ പെൺകുട്ടികളുടെ ഒരു പാട്ടാണ് ആ പെൺകുട്ടികളെ റിഫ്ലക്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ പ്രിറ്റീൻ എന്ന് പറയുമ്പോൾ ഇവിടെ ജനിച്ചു വളർന്ന പ്രിറ്റീൻ പെൺകുട്ടികളെ പറ്റി നമുക്ക് വലിയ ധാരണ ഉണ്ടാവില്ല. നമ്മൾക്ക് ഇപ്പോൾ 13 വയസ്സുകാർ 12 വയസ്സുകാർ എന്ന് പറയുമ്പോൾ നാട്ടിലെ കുറച്ചുപോയിട്ട് എന്നാണ്. പക്ഷെ അതായിരിക്കില്ല ശരിക്കും ഇവിടെ ജനിച്ചു വളർന്ന 12 വയസ്സുകാരുടെ മനസ്സിലിരിപ്പും കാര്യങ്ങളും ഒക്കെ തെറ്റുകൾ കാണുമായിരിക്കും. പക്ഷെ ഈ ഫ്ലോയിൽ എഴുതുന്ന സാധനം നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല. അങ്ങനെ എഴുതിയ കഥയിൽ അങ്ങനെയൊക്കെ ആവാം. പക്ഷെ അതിനകത്ത് ഈ സംവിധായകൻ ഒരു സ്വാഭാവികമായ രീതി അതിനകത്ത് ചിലപ്പോൾ നഷ്ടപ്പെടുന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആ ക്യാഷ് ഡീലിങ്സിന്റെ കാര്യത്തിൽ. ക്യാഷ് ഡീലിങ്സിൽ 30,000 യൂറോളം ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മൊത്തം കൊടുക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. അതും ആ ക്യാരക്ടേഴ്സിനെയൊക്കെ ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാൽ മനസ്സിലാവും. ഈ ഇവിടെ വന്ന ഈ ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് പറ്റിച്ച ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് എല്ലാവരും സംശയമാണ്. അയാൾക്ക് അന്നത്തെ സീറ്റ് കണക്ഷൻസ് ഒക്കെ ഉണ്ട്. പുള്ളിക്കാരൻ പല കാര്യങ്ങളും അറിയുന്നുണ്ട്. ഇപ്പോൾ പുള്ളി ഇങ്ങനെയാണ് ഈ വന്ന പുള്ളിയുടെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്തത്. അതൊക്കെ പുള്ളി അപ്പോൾ അവിടെ ഇവിടെയൊക്കെ വിളിച്ച് കണക്ഷൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അന്വേഷണങ്ങളിൽ നിന്ന് പുള്ളിക്ക് മനസ്സിലായി ഇത് ചുമ്മാ നാട്ടിൽ നിന്ന് അങ്ങനെ വന്നതൊന്നും അല്ല.
അത് പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത്. അപ്പൊ പുള്ളി അതായത് ഏതാണ്ട് 7 ലക്ഷം രൂപ അവിടെ കൊടുക്കുന്നതിന് പകരം 30,000 യൂറോയോളം നമ്മൾ അപ്പൊ അത് പുള്ളിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ ഇത് ചുമ്മാ ഞാനിപ്പോ തിരിച്ച് നാട്ടിൽ കൊണ്ട് 6 ലക്ഷം കൊണ്ട് കൊടുത്താൽ ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. അത് പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് വേറെ എന്തോ കാര്യമുണ്ട്. അത് പുള്ളി 2-3 റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഇടപെടലുണ്ട്. അപ്പൊ ആ ഇടപെടൽ ഉള്ളപ്പോൾ പുള്ളി ബുദ്ധിമാനാണ്. പുള്ളിക്ക് മനസ്സിലായി ഇത് എന്നെ ഗണിക്കും. അല്ലെങ്കിൽ എന്നെ പുള്ളി കൊടുക്കുന്ന പൈസ ഒക്കെ ജീവന്റെ വിലയാണ്. അതാരും കൊടുക്കുമല്ലോ ആ സമയത്ത്. എങ്ങനെയെങ്കിലും പുള്ളിക്ക് രക്ഷപ്പെടണം എന്നുള്ളൊരു നേച്ചറിൽ നിന്നാണ് പുള്ളി എത്ര പൈസ കൊടുത്താണെങ്കിലും. കാരണം പ്രത്യേകിച്ച് ഈശോ ആയിട്ടുള്ള ഡീൽ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഈശോ ആണ് പവർഫുൾ. അപ്പോൾ ഈശോ ആയിട്ടുള്ള ഡീല് ഒരു ശക്തമായ ഡീലായാൽ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നുണ്ട്. മറ്റേ 10,000 ഡീല് ആ ഗ്രൂപ്പ് ആയിട്ട് ചെയ്യുന്നതാണ്. പുള്ളിയെ ഏറ്റെടുത്തിരുന്ന ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതാണ്. ആ ഗ്രൂപ്പിന് ഈ ഓർഗനൈസേഷനുമായിട്ട് ഡയറക്ട് കണക്ഷൻ ഒന്നും ഇല്ല. എന്നാൽ ഈശോ ആണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്, ഒരു പരിധി കൺട്രോൾ ചെയ്യുന്നത്. അയാൾ ആ ഗ്രൂപ്പ് ഈ ഓം എന്നുള്ള ഓർഗനൈസേഷന്റെ ഒരു ഡയറക്ട് മെമ്പേഴ്സോ ഡയറക്റ്റ് അവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. പക്ഷേ ഈശോ ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലം, ഈശോ ഇങ്ങനെ ഒരു വലിയ ഓർഗനൈസേഷന്റെ മെമ്പർ ആയ കാലം ഈശോയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ, അത് ഈ ഭീഷണിപ്പെടുത്തിയുള്ള കൺട്രോളാണ്. ഒരു പക്ഷേ ഇത് പ്രവാസിയുടെ ജീവിതവുമായിട്ട് ഒരു വലിയ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. കാരണം പ്രവാസി പിടിച്ചു നിൽക്കാൻ ഇപ്പോഴും അല്ലെങ്കിൽ നിലനിന്ന് പോകാനുള്ള ഒരു ത്വരയുള്ള ഒരു സ്വഭാവമുള്ള ആളാണ്. ഏതാണ്ട് ഏത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും അതിനെ അതിജീവിക്കാനുള്ള ഒരു ഉദാഹരണമാണ് നമ്മുടെ ഈ പറഞ്ഞ പ്രിൻസ് അങ്കമാലിയുടെ കഥാപാത്രം ആ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നതെന്ന് കണക്കായിരുന്നു അല്ലേ? അങ്ങനെയാണല്ലോ പ്രിൻസിന്റെ കഥാപാത്രം. പിന്നെ വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം. പ്രിൻസിന്റെ കഥാപാത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ, അതായത് ടു സർവൈവ്. ഓക്കെ, അത് ഇപ്പോൾ പ്രവാസികൾ കണക്ട് ചെയ്യും. അത് ലോകത്ത് എല്ലായിടത്തും ഉള്ളതാണ്, എല്ലാവർക്കും ഉണ്ടല്ലോ. അത് നമുക്ക് എന്താ പറയാ, സെൽഫ് പ്രിസർവേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. നമ്മളെ തന്നെ നിലനിർത്തിയാണല്ലോ പിന്നെ ബാക്കി എന്തോ ഉള്ളൂ. അതിനുവേണ്ടി പോരാടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഇതിന്റെ കഥയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ നാട്ടിൽ നിന്ന് വരുന്ന ആളും ഇവിടെ കൊല്ലപ്പെടാൻ ആളെ കൊല്ലാൻ വന്ന ഇവർ രണ്ടുപേരും ഒരു പ്രത്യേകതകളുണ്ട്. അവർ രണ്ടുപേരും ഇൻഡിവിജ്വലിസ്റ്റുകളാണ് എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും അതീവ വ്യക്തിത്വം സൂക്ഷിക്കുന്നവരാണ്. അവർ പ്രത്യേകിച്ച് ഗ്രൂപ്പുകളിൽ നിന്ന് പങ്കുചേരാത്തവരാണ് എന്ന് പറഞ്ഞാൽ അവർ ഒറ്റയാന്മാരാണ്. അതാണ് ആ ഗ്രൂപ്പിന്റെ ആവശ്യവും. ഒറ്റയാനത്വം അംഗീകരിക്കില്ല. അതാണ് ആ പുള്ളി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആരും അങ്ങ് ഒറ്റയ്ക്ക് വരുന്നുണ്ട, ഒക്കെ ആരെങ്കിലും കൂടെ ചേർന്ന് നിൽക്കണം. അപ്പൊ ഞങ്ങൾ കൂടാണെങ്കിൽ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഈ അവസാന നിമിഷം പുള്ളി ഒറ്റാനായിരുന്നു. അപ്പൊ ഈ ഗ്രൂപ്പിന്, ഈ ഓം എന്നുള്ള ഗ്രൂപ്പാണെങ്കിൽ ഐഡിയോളജിക്കൽ കൺവിക്ഷന്റെ ബേസിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഒറ്റയാൻ സ്വഭാവത്തെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിസത്തെ തകർക്കുക എന്നുള്ള ഒരു വേണമെങ്കിൽ പൊളിറ്റിക്കൽ മോട്ടീവ് എന്ന് പോലും പറയാം. അപ്പോ അത് ഈ നാട്ടിൽ നിന്ന് വരുന്ന എൽദോ ആളെ അവതരിപ്പിക്കുന്ന കഥാപാത്രമുണ്ട്. ആ കഥാപാത്രം നാട്ടിൽ നിന്ന് വരുമ്പോ ഇവിടെ വന്ന് അത് കുരുക്കപ്പെടും എന്ന് അവിടെ അറിവില്ലാതെയാണ് ആ കഥാപാത്രത്തോട് വരുന്നതായിട്ട് കാണിക്കുന്നത്. ആ കഥാപാത്രത്തെ വളരെ നന്നായിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം ആ കഥാപാത്രം കൊല്ലപ്പെടുകയാണ്. അത് അതിനെ എങ്ങനെയാണ് നീതിയിരിക്കുന്നത്? ഒന്ന് ഞാൻ പറഞ്ഞത് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്റ്റോറിയാണ്. ഒന്ന് നാട്ടിൽ നിന്നാണെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് കാണിക്കുന്നുണ്ട്. നാട്ടിൽ നിന്ന് ഇങ്ങനെ കൊല്ലപ്പെടാനുള്ള ആളുകളെ പുറത്തേക്ക് കയറ്റി വിട്ട് അവിടെ വെച്ച് കൊല ചെയ്യപ്പെടുന്ന ഒരു സ്വഭാവം ഈ ഓമനുണ്ട്. അപ്പം അയാളെ കയറ്റി വിട്ട് തന്നെ അയാളെ ഇല്ലായ്മ ചെയ്യാനായിരുന്നിരിക്കാം. ഓക്കെ. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഓമിന് വേറെ പ്രത്യേകത ഉള്ളത്, ഓം ഒരു ജോബ് ഏറ്റെടുത്ത് ആ ഓം മെമ്പേഴ്സ് നേരിട്ട് പോയി ചെയ്യുന്നതിന് പകരമായിട്ട് ഈ സാധാരണക്കാരാരെങ്കിലും പിടിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു സ്വഭാവം ഓമനുണ്ട്. അത് എഴുതി കാണിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി എഴുതി കാണിക്കുന്ന രക്ഷവായിക്കുന്നുള്ളത് വളരെ സാധാരണക്കാരാളുകൾ റിക്രൂട്ട് ചെയ്യും, അവർക്ക് ട്രെയിനിങ് കൊടുക്കും. എന്നിട്ട് അവർ ചെയ്യുന്നത് കൊണ്ടാണ്, കാരണം അവർ പേടിപ്പിക്കുകയാണ്. ഇതിനൊന്നും അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ചിട്ട് അപ്പോൾ അവർക്ക് ചെയ്യാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ അവരെ കൊണ്ട് ഒരു സംഭവം ചെയ്യിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പൊ ഇയാളും ഇപ്പോൾ പറഞ്ഞ ഒരു ചേഞ്ചില്ല എന്ന് പറഞ്ഞാൽ ഇയാള് ഇങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ അവരെ കുടുക്കിൽ വീണ് അയാൾക്ക് നിവൃത്തിയിലാകുമ്പോൾ അയാൾ കൂടെ വരുന്നത്. അതൊക്കെ അവസാനം അയാൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഈ നിവൃത്തികൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ജീവിക്കുന്ന ആളല്ല ഞാൻ, ആരും മണി തലമണിക്കുന്ന ആളല്ല ഞാൻ, പക്ഷെ അങ്ങനെ ജീവിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ അയാൾ ഒറ്റയാനായിരുന്നു. അയാളെ ഓം മെരുക്കി അയാളെ ഇങ്ങനെ ഒരു സംഭവത്തിന് എത്തിച്ചേക്കാണ്. ഇവിടെ വന്നിട്ട് അയാളെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഈ പൈസയൊക്കെ വാങ്ങിച്ചത്. ആ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഈശോ ഇന്റർവ്യൂ ചെയ്തിട്ട് അയാളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നീ ഇവിടുത്തെ ജയിലിൽ പോകും, കൊച്ചു നീ കൊല്ലാൻ ശ്രമിക്കുന്നത് കണ്ടു, അതുകൊണ്ട് പിന്നത്തെ ഭാവം കട്ട് ചെയ്തേക്കുന്നത്. പക്ഷെ പിന്നെ ആ ഈശോ പറയുന്നത് നീ അവൾ കൊല്ലണമെന്നാണ്. മനസ്സിലായ? കാരണം
ഈ കഥ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ എളുപ്പം നീ അവനെ കൊല്ലണം എന്നുള്ളതാണ് ആ ഈശോ അവനോട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇയാള് ഇതായി, കാരണം ഇയാള് പൈസ വെച്ച് രക്ഷപ്പെടാന്ന് പറഞ്ഞത് മനസ്സിലായി. പക്ഷെ ഇയാളിന് കൊല്ലണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇയാൾക്ക് കൊല്ലാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഈശോ പിന്നെയും പ്ലാൻ ചെയ്ത് ഇവനാണ് കൊല്ലപ്പെടേണ്ട ആള്. അപ്പോൾ ഈ പറഞ്ഞ പ്രിൻസിന്റെ കഥാപാത്രത്തിന് തോക്ക് കൊടുക്കാം. ഇനി പ്രിൻസിനോട് ചുമ്മാ തോക്ക് കൊടുത്ത് കൊല്ലുന്ന പ്രിൻസ് കൊല്ലൂല. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ എൽദോയുടെ കഥാപാത്രം ഇവനെ കൊല്ലാൻ ചെന്നാലേ പ്രിൻസ് കൊല്ലുള്ളൂ. അതുകൊണ്ടാണ് അപ്പം എൽദോയുടെ കഥാപാത്രത്തെ കൊണ്ട് എങ്ങനെയും പ്രിൻസിനെ കൊല്ലിക്കാനായിട്ട് പ്രേരിപ്പിക്കണം, ഈ പൈസ വാങ്ങിച്ച് പിൻവാങ്ങാതെ. അപ്പൊ അതിനുവേണ്ടിയാണ് പുള്ളിയോടൊപ്പം ഭീഷണിപ്പെടുത്താൻ എൽദോയെ, നീ കൊച്ചു കണ്ടു, നീ ഇവിടുത്തെ ജയിലിൽ പോകും, നീ അവനെ കൊല്ലണം. അപ്പോൾ എൽദോ കൊല്ലാതെ നിവൃത്തില്ലാതെ കൊല്ലാൻ ചെല്ലുന്നു. കൊല്ലാൻ ചെല്ലുമ്പോൾ പ്രിൻസിന് പുള്ളി ഒരു ഗൺ കൊടുക്കുന്നു. അപ്പൊ ഇവിടെ കത്തിയെ കൊടുക്കും. അപ്പോൾ അവര് ഓം നിശ്ചയിച്ച പോലെ തന്നെ ഇയാൾ കൊല്ലപ്പെടുന്നു. പ്രിൻസ് അടുത്ത പെട്ടിയിൽ നടക്കുന്ന മലയാളിയും അവർക്ക് വേണ്ടി ആവുന്നു. അതാണ് ഏറ്റവും അവസാനം വന്ന സംഭവം എന്ന് പറഞ്ഞാൽ പ്രിൻസ് ഇതിനകത്ത് പെട്ടുപോയി. കാരണം അപ്പൊ അതുപോലെ പെട്ട് നാട്ടിൽ നിന്ന് വന്ന ഒരാളാണിത്. ഇതുപോലെ സിംബോളിസം ഇതിനകത്ത് വളരെ കാര്യമായിട്ട് വരുന്നുണ്ട്. പെട്ടി ആദ്യം നാട്ടിൽ നിന്ന് വരുന്നയാള് പെട്ടിയായിട്ട് വരുന്നു. പിന്നെ അത് അയാളെ അയാൾ കൊല്ലപ്പെട്ടതിന് ശേഷം വീണ്ടും ഒരു ഇര എന്ന രീതിയിൽ ആയ പ്രിൻസംഗമാലയുടെ കഥാപാത്രം അതേ പെട്ടി ചുവന്നുകൊണ്ട് നിൽക്കുന്ന അതേ പെട്ടിയല്ല, അത് വേറെ പെട്ടിയാണ്. അതൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. വേറെ പെട്ടിയാണ് കൊടുത്തത്. പക്ഷെ കുറച്ചുകൂടി കളർ ഡിഫറൻസ് ഒക്കെ പെട്ടി കൊടുത്താലാണ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ ഞാൻ പറഞ്ഞ ഈ നാട്ടിൽ നിന്നുള്ള ഈ ഓം എന്നുള്ള ഓർഗനൈസേഷന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് നമ്മുടെ ഒരു വലിയ ഓർഗനൈസേഷൻ പോലെ ഒരു പ്രൊഫഷണൽ നാട്ടിലൊക്കെ ഉണ്ടല്ലോ. ചില നാട്ടിലൊക്കെ ചില കൊട്ടേഷൻ സംഘങ്ങൾ അല്ലെങ്കിൽ വളരെ ചില റൗഡികൾ, അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാ നാട്ടിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നാണെങ്കിലും അവര് ചെയ്ത പണികൾ അല്ലെങ്കിൽ ചെയ്യുന്ന പണികളിൽ അവർ പ്രൊഫഷണൽസാണ്. പക്ഷെ അവർ ഉപയോഗിക്കുന്ന ആയുധങ്ങളോ അവർ ഉപയോഗിക്കുന്ന സംഭവങ്ങളോ ഒന്നും അങ്ങനെ ഹൈടെക് ഒന്നും ആയിരിക്കില്ല. അതുപോലെ ഓർഗനൈസേഷനാണിത്. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിന് ലിങ്ക്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ഗ്രൂപ്പിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ ഒന്ന് ഇവരുടെ ഐഡിയോളജിക് കൺവിക്ഷൻ ആണ് ശക്തി. രണ്ട്, ഇത് ഇയാളുടെ മാസ്റ്റർ പ്ലാനുകളാണ്. ഈ പറഞ്ഞ അതിനകത്ത് സൂചിപ്പിക്കുന്ന എക്സ്പോളിസം എന്ന് പറഞ്ഞ ആളുടെ മാസ്റ്റർ പ്ലാനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്ലാൻഡാണ് അയാൾ. അപ്പൊ അയാളുടെ പ്ലാനിങ്ങിൽ പെട്ടതാണ് ഒന്ന് ഇങ്ങനെ സാധാരണക്കാരനെ കൊണ്ട് ജയിക്കുക എന്നുള്ളതും സാധാരണക്കാരന് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതും ഇങ്ങനെയുള്ള ആളുകളെ പുറത്തു കൊണ്ടുപോയി വകവരുത്തുക എന്നുള്ളതൊക്കെ ഇയാളുടെ പ്ലാനിങ്ങിലും ഇയാളുടെ ഇതിനകത്ത് പെട്ട പരിപാടികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് അതിജീവിച്ചു എല്ലാത്തിനെയും എന്ന് പറഞ്ഞാൽ ആരും പിടിക്കപ്പെടാൻ പറ്റില്ല. ഈ അയാളുടെ പ്ലാനാണ് അപ്പം ഒരു ശവം അല്ലെങ്കിൽ ആ കൊന്നതിന് ശേഷം അത് വെട്ടിമുറിച്ച് പെട്ടിയിലാക്കി പല സ്ഥലത്ത് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്ത് കളയുക. അപ്പൊ അങ്ങനെ ഒരു രീതിയിലും ആ പ്രൂഫ് ഉണ്ടാവാതിരിക്കുക എന്നുള്ളത്. ഈ പെട്ടി എപ്പോഴും ഈ സംഭവം പെട്ടികൊണ്ട് വരാൻ കാലിന സംഭവം കൊണ്ടുപോകാൻ വേണ്ടിയാണ് പെട്ടി, ആളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് പെട്ടി. അപ്പൊ ആ പെട്ടി പിന്നെ ആ പെട്ടി എന്ന് പറഞ്ഞ ശവമായാൽ ആളെ എങ്ങനെ എന്ത് ചെയ്യണമെന്നൊക്കെ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതാണ് ഇൻസ്ട്രക്ഷൻ കാണിക്കുന്നത്. കാരണം അത് ഇവർക്ക് ചെറിയ ട്രെയിനിങ് കൊടുത്താൽ വിടുന്നെങ്കിലും ആ സമയത്ത് അതൊക്കെ ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പോൾ വേറൊരു ചോദ്യം വരാമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഈ പ്രിൻസ് എന്ന് പറഞ്ഞ സഹോദരൻ ഇയാളെ കൊന്നുമ്പോൾ തന്നെ പെട്ടി തപ്പുന്നു, ഇൻസ്ട്രക്ഷൻ കൊണ്ട് തപ്പുന്നു. അപ്പൊ ഇവരെ ഇൻസ്ട്രക്ഷനെ പറ്റി അറിഞ്ഞു, ഇതൊക്കെ ക്വസ്റ്റ്യൻസാണ്. അപ്പൊ അത് ആ പ്രിൻസംഗമായ ആ കഥാപാത്രത്തിന്റെ പ്രത്യേകത. ആ കഥാപാത്രം എന്ന് പറഞ്ഞാൽ എല്ലാം ചൂഴ്ന്ന് നോക്കി എല്ലാം ചൂഴ്ന്ന് വിശദമായിട്ട് പഠിക്കുക അടിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ ആ നാട്ടിൽ നിന്ന് വന്ന ആള് ഒരു മണിക്കൂറുണ്ട എന്നെ കൊല്ലം കൂട്ടം ഇതെല്ലാം അവനറിയാം. അതൊക്കെ അവൻ പല രീതിയിൽ അറിഞ്ഞേക്കുന്നതാണ്. ആ അറിഞ്ഞതിന്റെ ഭാഗം തന്നെയാണ് ഇവരെ കൊല്ലാൻ മെത്തേഡ്സും ഒക്കെ ഇവനറിയാം. ഈ പുള്ളിക്ക് അറിയാം, ഈ പ്രിൻസിന്റെ കഥാപാത്രത്തിന് അറിയാം. അതുകൊണ്ട് പ്രിൻസിന് തന്നെ ആ കഥാപാത്രത്തിന് തന്നെ അറിയാം ഇതിന് ശേഷം ഇതെന്ത് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ അത് തന്നെയാണെന്നുള്ളത്. അതാണ് പുള്ളി തപ്പുന്നത്. ആ സമയത്ത് തപ്പ് ഇൻസ്ട്രക്ഷൻ ഇരിക്കുന്ന പുള്ളി ഇത് വായിച്ചിട്ട് അതുപോലെ ചെയ്യാം. പിന്നെ അവസാനം ആ പെട്ടി വന്നിരുന്നു, അതിന്റെ മുകളിൽ ഇൻസ്ട്രക്ഷൻ കാണുന്നു, പുള്ളിക്ക് കാര്യം മനസ്സിലായി, നമ്മൾ കണിയിലായി, ഇനി ഞാൻ ഈ പെട്ടിയിൽ നിന്ന് നടക്കണം അവർ പറയുന്ന പോലെ എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അതിനകത്ത് എന്താ പറയില്ലേ, ഒരു തരത്തിൽ അതിനെ വ്യാഖ്യാനിച്ചാൽ സിംബോളിക്കായിട്ട് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ഈ പെട്ടിയിൽ നടക്കേണ്ടി വരുന്നവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇൻഡിവിജ്വലിസ്റ്റിക്കലായ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റ വ്യക്തിത്വ സ്വഭാവമുള്ള ആളുകളാണ്. അപ്പൊ ആ ആളുകൾ പേറുന്ന അല്ലെങ്കിൽ സമൂഹം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭാരമാണിത് എന്ന് പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പിന് അവർ ഈ സമൂഹത്തിനോട് കൺഫോം ചെയ്ത് പോവാതെ അവരിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് ഒരു വലിയ ഭാരം ഒരു തലയുണ്ട്. ചിത്രത്തിലുടനീളം ഒരു ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവസാനം കൊല്ലപ്പെടുന്ന പ്രിൻസംഗമാലി എന്ന കഥാപാത്രം നാട്ടിൽ നിന്ന് വരുന്നയാളെ കൊല്ലുന്ന ആ ഒരു രംഗമുണ്ട്. ആ രംഗത്തില് വളരെ നമുക്കൊരു
കുടുംബത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗൃഹത്തിന് ഇരുന്ന് കാണാൻ പറ്റില്ലാത്ത വിധത്തിലുള്ള ഒരു ഭീകരാവസ്ഥ അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അത് ഫ്രെയിമിലില്ലല്ലോ, കൊല വന്നാൽ വെടി വെക്കുന്നുള്ളൂ. അപ്പൊ അതിനകത്ത് രക്തമൊന്നും കാണിക്കുന്നില്ല. പറയാവുന്നതിൽ സെറ്റിലായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ അത് കുറച്ച് സെറ്റിലായിട്ട് പറയാന്ന് പറഞ്ഞാൽ അതിന്റെ ഫീലുകൾ പുറത്തു പോകും. അതുപോലെ തന്നെ അവിടെ കഥാപാത്രത്തെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞൊരു പ്രാർത്ഥന വിളിച്ചിട്ടിരിക്കുന്നുണ്ട്. അതെന്തിനാണ് കഥാപാത്രത്തെ അങ്ങനെ അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ, അങ്ങനെ ഒരു സ്റ്റേജിൽ അങ്ങനെ ഒരു ഇത് വന്നു പോയിട്ട് കഴിഞ്ഞാൽ പലരും പല രീതിയിൽ റിയാക്ട് ചെയ്യാം. ശരിക്കും അത് ഷൂട്ട് ചെയ്തപ്പോൾ തന്നെയാണെങ്കിലും അത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കാം. ഞാനതിട്ടുന്ന രംഗങ്ങളെല്ലാം ചുമ്മാ എന്താ പറയുക ഫ്രീ റേഞ്ച് ആക്ടിങ് ആയിരുന്നു പ്രിൻസിന്റെ. എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇത് ചെയ്യണമെന്നും പറയാതെ പറഞ്ഞാണ് കുറെ ഷൂട്ട് ചെയ്തിട്ട് അതൊന്നും ഉപയോഗിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചുമ്മാ ഷൂട്ടിങ് കഴിഞ്ഞു, കട്ട് കഴിഞ്ഞതിന് ശേഷം പ്രിൻസ് ചുമ്മാ സാധനം വന്നിട്ട് കുറെ അജിത്ത് പറഞ്ഞ അനുസരിച്ച് അജിത്ത് ക്യാമറ വെച്ച് പ്രിൻസ് ചുമ്മാ അഭിനയിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ശരിക്കും പുള്ളിയ കഥാപാത്രമായത്. പുള്ളി ആഞ്ഞു വെട്ടുന്നതൊക്കെ അപ്പൊ ശരിക്കും കഥാപാത്രമായിട്ട് അങ്ങോട്ട് കയറി വന്ന സംഭവമാണ്. അതാണ് ആ ഫുട്ടേജാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ ഫുട്ടേജാണ് ആ പുള്ളി ഇങ്ങനെ നിൽക്കുന്നു, അതെല്ലാം അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അവസ്ഥ വന്നാൽ ഒരു മനുഷ്യൻ എങ്ങനെ മാറും എന്നുള്ളത് കൃത്യമായി കാണാം. കാരണം അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്ന ഒരു മനുഷ്യനെ അപ്പോഴാണ് പുള്ളി തലയിലേക്ക് എടുത്ത് വെച്ച് പുള്ളി അങ്ങ് മാറിയത്. അപ്പോൾ അവരങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുക. ആ സമയത്ത് അവർക്ക് പ്രാർത്ഥനയൊക്കെ വരും. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന നമ്മുടെ സ്ക്രിപ്റ്റിലുണ്ട്. പക്ഷെ എന്നാലും പ്രാർത്ഥന പറഞ്ഞ ആ സമയത്ത് ഇതെന്താ സംഭവിക്കുന്നത് എന്ന ആ ഒരു ഇതുണ്ട്, ഒരു ഭയങ്കര ഒരു തരം സ്ട്രെസ് ആൻസൈറ്റിയാണല്ലോ. അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഇപ്പോൾ പ്രാർത്ഥനകളിലൊക്കെയാണ്. ഈ ഷോർട്ട് ഫിലിമിന് ഉടനീളം കാണുന്ന മറ്റൊരു കാര്യം ഈ കോട്ടിട്ടുകൊണ്ട് വരുന്ന ഒരു ഗ്രൂപ്പാണ്. എല്ലാവരും കോട്ടിട്ടിരിക്കുന്നു. എനിക്ക് തോന്നിയ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു രേഖ അനുസരിച്ച് തന്നെ ആയിരിക്കും ഒരു ഈ കോട്ട് ജിജോ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും. പക്ഷേ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്ക് കോട്ടുമില്ല. അയാൾ സാധാരണ ഒരു ചപ്പലൊക്കെ ഇട്ട് ആണ് കാണപ്പെടുന്നത്. ഇൻസ്ട്രക്ഷനും അവരുമായിട്ടൊരു ബന്ധമില്ല. ഇൻസ്ട്രക്ഷൻ നാട്ടിൽ നിന്ന് വരുന്ന ഈ ഗ്രൂപ്പ് നാട്ടിൽ നിന്ന് വന്ന ആളെ ട്രെയിൻ ചെയ്ത് വെക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഇതാണ്. അത് പുള്ളി കൊല ചെയ്തതിനു ശേഷം ഡെഡ് ബോഡി എങ്ങനെ മറവ് ചെയ്യണം എന്നുള്ളതിനുള്ള ഇൻസ്ട്രക്ഷനാണ്. അത് ഇവരുമായിട്ടൊരു ബന്ധമില്ല. കോട്ടിട്ട ആളുകൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാവാം, അത് ഏത് ഗ്രൂപ്പിനെ ആവാം, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനെ ആവാം, ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആവാം. അത് ആണ് നമ്മുടെ ഈ സിനിമയുടെ ഗ്രൂപ്പ് വേഴ്സസ് ഇൻഡിവിജ്വൽ എന്നതിനെ പറ്റി കാണിക്കുന്നത്. നമ്മളത് ഷോട്ടുകളിൽ പോലും ഇപ്പം ഒരു കേരള ഹൗസിൽ ഷൂട്ട് ചെയ്ത ആ ഒരു സീനിൽ ഒറ്റയ്ക്ക് ഒരു ഇൻഡിവിജ്വൽ ഇവിടെ വലിയ ഗ്രൂപ്പ് അവർ തമ്മിലാണ് അംഗം. നമ്മുടെ സിനിമ തന്നെ അതാണ്. ഓക്കെ. അപ്പോൾ ഈ കോട്ടിടിച്ച് സൂട്ടിട്ടതിന്റെ പ്രത്യേകത തന്നെ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ അവിടെ എല്ലാവരും ഒരേപോലെയാണ്. ഇൻഡിവിജ്വാലിറ്റിയുടെ അർത്ഥം തന്നെ ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വം, എല്ലാവർക്കും വ്യത്യസ്തത എന്നുള്ളതാണ്. അതിനെതിരാണ് എപ്പോഴും ഈ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നീ എല്ലാവരും ഒരേപോലെ ഇരിക്കുക എന്നുള്ളതിന്റെ ഒരു തത്വശാസ്ത്രമാണ്. അതിനെതിരെയുള്ള ഇതാണ്. കോട്ടിട്ട് വന്ന ആളുകളും കോട്ടിട്ട് നമ്മൾ ആ സീനിൽ കാണിക്കുന്നവരെല്ലാം ഒരു ഗ്രൂപ്പിൽ അംഗമാണ്. ആ ഗ്രൂപ്പിൽ ഒരു വ്യക്തി എന്ന രീതിയിൽ പ്രിൻസിന്റെ കഥാപാത്രം കയറണമെന്നുണ്ടെങ്കിൽ അവർ ആദ്യം നിഷ്കർഷിക്കുന്നു ഞങ്ങൾക്കൊരു ബൈലമുണ്ട്, ആ ബൈലം അനുസരിച്ച് ഒരു ഡ്രസ് കോഡ് ഉണ്ട്, അതെല്ലാം വിട്ടൊക്കെ. അതുകൊണ്ട് അത് നമ്മൾ ആ കഥയിൽ പറയുന്നു. പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഗ്രൂപ്പിൽ വന്നാൽ നീ ഒരുപാട് കാര്യങ്ങളിൽ പിന്നെ നിനക്കൊരു സേ ഇല്ല, നീ ഒരു വ്യക്തിയല്ല. അതായത് പറയുന്നുണ്ട് നീ തീരുമാനം എടുക്കുന്നതും ഒക്കെ ഞങ്ങളായിരിക്കും നിനക്ക് വേണ്ടി എന്നുള്ള ഒരു ഇതുണ്ട്. ഇതിനൊക്കെ വിമർശിക്കുന്നതാണ് സിനിമ നീ പറഞ്ഞു. അപ്പൊ ആ കോട്ട് ഒരു സിമ്പിളാണ്. അത് പ്രസന്റ് ചെയ്യുന്നത് നീ ഒരു തട്ടിലായി, നീ നിനക്ക് വേണ്ടി നീ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നീ കൺഫോംഡ് ടു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നീ സൊസൈറ്റിയുടെ ഫോഴ്സിനനുസരിച്ച് മാത്രമേ നിനക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നിന്റെ വ്യക്തിത്വം പാടെ നീ ഇല്ലാതാക്കി നീ വെറും ഒരു വസ്തു പോലെ അവരോട് കോട്ട് കിട്ടുന്ന നിൽക്കുക എന്നുള്ള ഒരു ഇമേജ് ഉള്ളൂ എന്നുള്ളതാണ്. അപ്പം പ്രിൻസിന്റെ ക്യാരക്ടർ ആദ്യമേ കോട്ടിടാതാണ് കാണിക്കുന്നത്. അപ്പൊ അയാൾക്ക് വ്യക്തിത്വമുണ്ട്. പിന്നെ ആ കോട്ടിട്ട് അയാള് വ്യക്തിത്വം കളഞ്ഞ് ഒരു ഗ്രൂപ്പിൽ ലയിക്കുന്നു എന്നുള്ളതാണ് സംഭവം. അതിനെതിരെയുള്ള ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം താങ്കൾ ചെയ്ത് കാണിക്കാൻ തുടങ്ങി ഇതിനൊരു ആന്റി ഇൻസ്റ്റിറ്റ്യൂഷണൽ ചൊവയാണ് സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ വ്യക്തിത്വങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സിനിമയാണ്. നമ്മുടെ ഡബ്ലിനിലെ ചെറിയ സമൂഹത്തില് ഇത്തരത്തിലുള്ള ഒരു കപ്പാസിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിൽ ജിജോ വളരെ വിജയിച്ചു എന്ന് വേണം കരുതാൻ. എല്ലാവരെയും ഒന്നിച്ചു കൂട്ടാനും അവർക്ക് കൃത്യമായ റോളുകളൊക്കെ കൊടുക്കാനും അതിൻ്റെ സാങ്കേതിക വിദഗ്ധരെ ഒപ്പം കൂട്ടാനും ഒക്കെ ചെയ്യുന്നത് വളരെ നന്നായിട്ടുള്ളൊരു കാര്യമാണ്. ഇനിയും ഇതുമാതിരിയുള്ള പുതിയ സംരംഭങ്ങൾക്കുള്ള സാധ്യത എത്രത്തോളമാണ് ഉള്ളത്? ഇതും ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇതിനുള്ള സമയവും സൗകര്യവും ഇതിനുള്ള മെനക്കേടും ഒക്കെ ഒരുപാടുണ്ട്. ഇത് ഞങ്ങളല്ല, ഇതൊക്കെ എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ചെയ്യാൻ ഒത്തിരി ഫിലിം മേക്കേഴ്സുകളുണ്ട്. അവർക്കെല്ലാം ചെയ്യണം താല്പര്യമുണ്ട്. അപ്പോൾ
ശരിക്കും ഇപ്പൊ ഐറിസ് എന്നൊരു ഫിലിം സൊസൈറ്റി ഉണ്ട്, അവരുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ടും അവരുടെയൊക്കെ ഒരു സപ്പോർട്ടിൽ നിന്നും ഒരുപാട് ഫിലിം മേക്കേഴ്സിന് ഇത് ചെയ്ത പോലെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഇത് കുറച്ച് കൂടുതൽ ചെയ്ത കാരണം എനിക്ക് കുറച്ചുകൂടി തറക്കമായി ഇത് ചെയ്യാനായിട്ട് എളുപ്പമായി. പിന്നെ ഞാനൊരു വളരെ ചെറിയ മിനിമൽ ക്രൂ വെച്ച് ചെയ്യുന്ന കാരണം കൊണ്ട് കുറച്ച് എളുപ്പമാണ്. എല്ലാവർക്കും അങ്ങനെ താല്പര്യം ഉണ്ടാവണമെന്നില്ല. എല്ലാവർക്കും കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ടൊരു ഫിലിം പ്രൊഡക്ഷൻ സ്റ്റൈലിൽ തന്നെ ചെയ്യാനായിരിക്കും താല്പര്യം. അങ്ങനെ വരുമ്പോൾ കുറച്ച് ഷൂട്ടിങ് കുറച്ച് ബുദ്ധിമുട്ടായി വരുമായിരിക്കും. പക്ഷേ ഇത് ആർക്കും ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം ഫിലിം സൊസൈറ്റിയുടെ സപ്പോർട്ടോടുകൂടി ഒരുപാട് പേര് ചെയ്യാൻ മുന്നിട്ട് നിൽക്കുന്നുണ്ട്, ചെയ്തവരും ഉണ്ട്. ആ ചെയ്തവർ തന്നെ പിന്നെയും ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഇപ്പൊ പുതിയ സിനിമകൾ, പുതിയ ആളുകളും ഇതിനകത്ത് സിനിമ ഷൂട്ട് ചെയ്യാൻ വരുന്നുണ്ട്. ശരിയാണ്. പലർക്കും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള അനുഭവങ്ങൾ ചിത്രീകരിക്കാനൊക്കെ സാധിച്ചേക്കും. പക്ഷേ എനിക്ക് തോന്നുന്ന കാര്യം ജിജോ എസ് പാലാട്ട് ഈ ചെയ്യുന്ന മിക്ക പ്രവർത്തനങ്ങളും ഈ ഷോർട്ട് ഫിലിം രംഗത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വ്യതിരിക്തമായി നിൽക്കുന്നുണ്ട്. അത് വളരെ മുമ്പ് നമ്മുടെ ഈ പ്രത്യേകമായ ഒരു ഷോർട്ട് ഫിലിമിൽ നിന്ന് പറയുന്നത് പോലെ തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറി സ്വന്തമായി ചിന്തിക്കുകയും അതിൻ്റെതായൊരു ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മുഖം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് പുതിയൊരു തുടക്കമല്ല, തുടർച്ച മാത്രമാണ്. എപ്പോഴും എല്ലാ വിജയാശംസകളും നേരുന്നു. നമസ്കാരം.